ഫോട്ടോ അല്ലത് വീഡിയോ ആ വരുമ്പോൾ വലിയ ക്ലാസ് ഇന്നൊരു നോട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ ഇപ്പോൾ ഇതാ ഭക്ഷണം ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മളെ ദമ്മ് പൊട്ടിച്ച് നെയ്ച്ചോറല്ല ബിരിയാണിയാണ്. പിന്നെ ഒക്കെ റെഡി ആയിട്ട് ഉണ്ട്. പിന്നെ കോഴി പൊരിച്ചിട്ട് ദമ്മിട്ട ബിരിയാണിയാണ്. പിന്നെ വെറുംചോറിലേക്ക് നമ്മൾ അക്ര പൊരിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ചെമ്മീൻ കറി തേങ്ങ അരച്ച് വെച്ചത്, പിന്നെ അച്ചാർ, കച്ചമ്പർ അങ്ങനെയുള്ള കുറേ ഐറ്റംസുകളുണ്ട്. പിന്നെ പുളിഞ്ചുണ്ട്. ഇതാണ് ദമ്മിട്ട ബിരിയാണി. ഇപ്പോൾ വിളമ്പൽ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും റെഡിയായി, ആൾക്കാരൊക്കെ ഏകദേശം എത്തിക്കുന്നു. ഇതാണ് മക്കളെ കടുമാങ്ങ എന്ന് പറഞ്ഞ സംഭവങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ഇത് വെറൈറ്റിയാണ്. പൊരിച്ചിട്ടാണ് പിന്നെ നമ്മളെ ദമ്മിട്ടിക്കുന്ന ബിരിയാണി. അപ്പോൾ കടുമാങ്ങി പിന്നെ കച്ചമ്പറും. നമ്മളിത് ഇവിടെ ഭക്ഷണമൊക്കെ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ അമേസിങ് കേറ്ററിംഗ് സർവീസാണ്. കേറ്ററിംഗ് സർവീസ് കടവനാടാണ്. നമ്മളെ സർഫുക്കയാണ് ഇതിൻ്റെ മേൽനോട്ടം. സർഫുക്ക ടീമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ വേറൊരു വീഡിയോ സർഫുക്കാൻ്റെ വിട്ടിരുന്നു. പിന്നെ നമ്മളെ ഇവിടെ ബ്രദേഴ്സിലുള്ള ഒരു റിസപ്ഷൻ്റെ ഒരു വീഡിയോ വിട്ടിരുന്നു. അപ്പോൾ അതിന് നമ്പർ ഇതിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സർഫുക്കാൻ്റെ ഒരു ഇതാണ്. സർഫുക്ക ഒരു 5-8 വർഷമായിട്ട് കാറ്ററിംഗ് സർവീസിലുള്ള ആളാണ്. സർഫുക്കാൻ്റെ ഭക്ഷണമാണ്. എന്തായാലും എനിക്കും അത് കഴിക്കാനുള്ളൊരു ഭാഗ്യമുണ്ട്. അപ്പോൾ കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ. ഇത് വെറുംചോറിലേക്കുള്ള ചെമ്മീൻ കറി കേട്ടാ. ചെമ്മീൻ കറി, പുളിഞ്ചി, മീൻ വറുത്തത്, പപ്പടം ഒക്കെയാണ്. ചെമ്മീൻ കറി മതി.
ജ്വല്ലറിയിലുള്ള ജ്വല്ലറിയാണ്. ഓനെ എൻ്റെ അറിയില്ല, ആരുമില്ല. കണ്ടു ഇഷ്ടമായി. വീട്ടിന്റെ മുന്നിൽ കിട്ടാനും മതി. ഓക്കെ ഓക്കെ ഓക്കെ. പുഡിങ്ങിൻ്റെ ഏതാണ്? ചിക്കു. ചിക്കു, പൈനാപ്പിൾ, ഇളനീര്. ചിക്കു, പൈനാപ്പിൾ, ഇളനീരാണ് പുഡിങ് ഇവിടെ. ചിക്കു കുട്ടികൾക്ക് കുറെ കൊടുക്കരുത്, വേസ്റ്റ് ആക്കരുതേ. സർഫ് ഖാനൊന്നും എടുക്കാണ്, നമ്മളെ സ്വന്തം ആളെ, നമ്മളെ മുതലാളിയാണ്. ഇവരാണ് കുടിക്കേണ്ടത്. വിശേഷങ്ങള് സാറല്ലേ, നമ്മളിവിടെ എത്തിക്കുന്നത്, നമ്മളെ സംഗതികളൊക്കെ കണ്ട് ഓക്കെയാണ്, അടിപൊളിയാ. അപ്പൊ ഇവിടെ നിങ്ങൾ ആണ്ട് ഏറ്റെടുത്ത് അല്ലേ, വേറെ ഒന്നും നോക്കിയില്ല. ഓക്കെ, താങ്ക് യു. അല്ല അവരെടുത്താണ്, അത് മറ്റേ ചെക്കൻ്റെ സ്നേഹിതം. അവിടെ ഉണ്ടാവും, എവിടെ ഉണ്ടാവുമല്ലോ. ഞാൻ പോയി അസിസ്റ്റോടെ ഉണ്ട്. ചോറ് വീഡിയോ ഒക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചോറ് ബിരിയാണി ബിരിയാണി
സാധാ ചോറ് മീൻ വറുത്തതുണ്ട്, പിന്നെ നല്ല ചെമ്മീൻ കറി, അടിപൊളി ചെമ്മീൻ കറിയാണ്. പിന്നെ ഈ സാധനം ഇവിടെ കഴിക്കാത്തതാണ്, പിന്നെ കടുമാങ്ങയാണ്. അപ്പോൾ അത് ബിരിയാണിക്കുള്ളതാണ്. ഞാൻ വെറുതെ വാങ്ങിക്കുന്നത്, ഞാൻ അതിൻ്റെ കഴിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ അതേ കാറ്ററിംഗ് തന്നെയാണ് ഇപ്പം ഇവിടെ നോക്കുന്നത്. ഇതൊരു വീട് താമസം കേട്ടോ, നമ്മുടെ മനസ്സിലാക്കണം, കല്യാണമല്ല. ഓക്കെ, വേണ്ട. ഞാൻ ചോറ് കഴിച്ചു, അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. തന്നെയാണ്. അപ്പോൾ ഞാൻ വെറുതെ വെച്ചത് കടുമാങ്ങാന്ന് പറയാം. ബിരിയാണിക്ക് ഉണ്ടാക്കിയത്, പക്ഷെ ഞാനും കൂടി കഴിച്ചു. പിന്നെ അക്കറ വെച്ചതാണ്, അക്കറ വെച്ച് ഇതൊന്ന് വെറുംചോറാക്കി. എല്ലാ ബിരിയാണി ഇല്ലായിരുന്നു, അപ്പോൾ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പോകാൻ നിൽക്കുകയാണ് സംഗതി. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാം വീഡിയോ. ഇതിപ്പോൾ വീട്ടാമസത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു. പ്ലേറ്റ് ഉണ്ടാവില്ലാന്ന് തോന്നുന്നു. اللهم صل على سيدنا محمد وعلى آله الحمد لله الذي أطعمنا وسقانا وجعلنا من المسلمين. ആണോ? പ്ലേറ്റൊക്കെ പോയാ തിന്ന്. സംഗതി ഞാൻ അറിയാണ്ട് മോളെ കൂടെ ഒരു കൂടിക്കാഴ്ച അല്ലേ? ഇതാണ് നമ്മളെ സർഫുഖാന്റെ മോളാണ്. മോളെ പേരെന്താണ്? ഫാത്തിമ ഇഫ. എത്ര പഠിക്കുന്നു? 6th. എവിടെ? എന്റെ പേരെന്താ? എന്റെ പെണ്ണത്? അത് ശരി. ഇത് തിന്നണ കാണിക്കും. ആ കട്ടാക്കൂലട്ടാ, അത് എനിക്ക് കട്ടാൻ പറ്റൂല. എന്റെ എപ്പ പറഞ്ഞിങ്ങനെ വെക്കാന്. ഇത് നമ്മളെ കൗൺസിലറാണ് ഈ വാർഡിലത്തെ. എന്താ പേര്? ഏതാ വാർഡ്? ഇത് 25. സുഹൃത്തുക്കളെ, ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു വീട് താമസത്തിലാണ്. കൊല്ലമ്പടി ആ ഭാഗത്താണ്, പള്ളപ്പുറം ഭാഗത്താണ്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിയാനായി. ഭക്ഷണം കഴിച്ച് വീടൊക്കെ എല്ലാവരും എടുത്ത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഓണറെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ കാറ്ററിംഗ് നമ്മൾ സർഫൊക്കെയാണ്, സർഫൊക്കാരുടെ ഫുഡാണ് ഇപ്പോൾ കഴിച്ചത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇത് അയ്യൂക്കാണ്, സെറീന ആണ്. ഇവിടെ കൊല്ലംപടി, പൊന്നാനി കൊല്ലംപടി ഭാഗത്താണ്, പള്ളപ്പുറം ഭാഗത്താണ്. അപ്പോൾ വീട് താമസത്തിന് വന്ന ബ്ലോഗ് നമ്മളെന്ന് പറഞ്ഞാൽ ഫുഡ് ബ്ലോഗിന് വേണ്ടി വന്ന, അപ്പോൾ വീടും കണ്ടപ്പോൾ എനിക്കൊന്ന് എടുക്കാൻ തോന്നി, അപ്പോൾ നിങ്ങൾ എടുത്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വളരെ നന്ദിയുണ്ട്. സംഗതി ഫുഡൊക്കെ അടിപൊളിയായിരിക്കുന്നു, പിന്നെ വീടൊക്കെ അടിപൊളി. അപ്പം നമ്മൾ യൂട്യൂബിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, എല്ലാം ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ 5 മണിക്ക് പോകണം. ഓക്കെ.